So now we discuss prime ideals. Okay, let us first define a prime ideal. Let R be a commutative ring, then an ideal n not equal to R is said to be a prime ideal if AB belongs to n implies that either A belongs to n or B belongs to n for A, B belongs to R. ഓക്കെ, അതായത് ആർ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആറിൻ്റെ ഒരു ഐഡിയൽ എൻ നോട്ട് ഈക്വൽ ടു ആർ ഈസ് സെറ്റ് ടു ബി പ്രൈം ഐഡിയൽ. അതിൻ്റെ ഒരു ഐഡിയൽ എൻ നോട്ട് ഈക്വൽ ടു ആർ ഒരു പ്രൈം ഐഡിയൽ ആണെന്ന് പറയണമെങ്കിൽ whenever A, B belongs to the ring R and AB belongs to N implies either A belongs to N or B belongs to N. ഓക്കെ, അതായത് ആ റിങ് ആറിൽ നിന്നും ഞാൻ രണ്ട് എലമെൻറ്റ്സ് എ ബിനെ ചൂസ് ചെയ്യാണ് സച്ച് ദാറ്റ് ദെയർ പ്രൊഡക്റ്റ് ബിലോങ്സ് ടു ദ ഐഡിയൽ എൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ എ എന്നിനകത്ത് വേണം അല്ലെങ്കിൽ ബി എന്നിനകത്ത് വേണം. അങ്ങനെയാണെങ്കിൽ ദെൻ വി കോൾ എൻ ഈസ് ദ പ്രൈം ഐഡിയൽ ഓഫ് ദ റിംഗ് ആർ. ഓക്കെ, സോ ഒന്നുകൂടി പറയാം. ഒരു കമ്മ്യൂട്ടേറ്റീവ് റിങ്ങിൻ്റെ ഒരു ഐഡിയൽ എൻ പ്രൈം ഐഡിയൽ ആണെന്ന് പറയുകയാണെങ്കിൽ ആ റിങ്ങിൽ നിന്നും ഞാൻ ഏതെങ്കിലും രണ്ട് എയും ബിയും സെലക്ട് ചെയ്യുകയാണ് സച്ച് ദാറ്റ് ദെയർ പ്രൊഡക്റ്റ് എ ബി ബിലോങ്സ് ടു എൻ. ഓക്കെ, അങ്ങനെ ഇഫ് എ ബി ബിലോങ്സ് ടു എൻ ആണെങ്കിൽ ദാറ്റ് ഷുഡ് ഇംപ്ലൈസ് എയ്തർ എ ബിലോങ്സ് ടു എൻ ഓർ ബി ബിലോങ്സ് ടു എൻ. അങ്ങനെയാണെങ്കിൽ എന്നിനെ നമ്മളൊരു പ്രൈം ഐഡിയൽ ഓഫ് ദ റിംഗ് ആർ എന്ന് പറയും. ഓക്കെ, now we have a note. 0 is a prime ideal in Z and indeed in any integral domain. ഏതൊരു ഇൻറ്റഗ്രൽ ഡൊമൈൻ എടുക്കുകയാണെങ്കിലും, ഓക്കെ, നിങ്ങൾ ഏതൊരു ഇൻറ്റഗ്രൽ ഡൊമൈൻ എടുക്കുകയാണെങ്കിലും ആ ഇൻറ്റഗ്രൽ ഡൊമൈൻസിലൊക്കെ 0 എന്ന് പറയുന്നത് ഒരു പ്രൈം ഐഡിയൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സെഡ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രൽ ഡൊമൈനാണ്. അതുകൊണ്ട് ഒബ്വിയസ്ലി സെഡിനകത്തും സെറ്റ് ഓഫ് ഫുൾ ഇൻറ്റിജേഴ്സിലും 0 എന്ന് പറയുന്നത് ഒരു പ്രൈം ഐഡിയൽ ആയിരിക്കും. ഓക്കെ, now we have an example of prime ideal. Z cross 0 is a prime ideal of Z cross Z. നമ്മുടെ റിംഗ് എന്ന് പറയുന്നത് ഇവിടെ Z cross Z ആണ്. ആൻഡ് അവർ ഐഡിയൽ n ഈക്വൽ ടു Z cross 0. ആൻഡ് given that this Z cross 0 is a prime ideal of Z cross Z. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, പ്രൈം ഐഡിയൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഈ സെറ്റ് ക്രോസ് 0 ഈസ് എ പ്രൈം ഐഡിയൽ ഓഫ് സെറ്റ് ക്രോസ് സെറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതാണോ നമ്മുടെ റിങ് ആ റിങ്ങിൽ നിന്നും രണ്ട് എലമെൻറ്റ് ചൂസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ റിങ് എന്ന് പറയുന്നത് സെറ്റ് ക്രോസ് സെറ്റ് ആണ്. സോ വി ഹാവ് ടു ചൂസ് 2 എലമെൻറ്റ്സ് ഫ്രം സെറ്റ് ക്രോസ് സെറ്റ്. ഓക്കെ, അപ്പോൾ സെറ്റ് ക്രോസ് സെറ്റിലുള്ള ഏതൊരു എലമെൻറ്റ്സിൻ്റെയും ഫോം എന്ന് പറയുന്നത് സം എ ബി ആയിരിക്കും അല്ലേ, ഒരു ഓർഡർഡ് പെയർ ആയിരിക്കും. ഇതിലുള്ള രണ്ട് എലമെൻറ്റ്സിനെ ഞാൻ ചൂസ് ചെയ്യാണ്. ലെറ്റ് എ, ബി ആൻഡ് സി, ഡി ബിലോങ്സ് ടു സെറ്റ് ക്രോസ് സെറ്റ് സച്ച് ദാറ്റ് their product AB into CD, A, B into C, D belongs to Z cross 0. ഓക്കെ, ഈ സെറ്റ് ക്രോസ് 0 എന്ന് പറയുന്നൊരു പ്രൈം ഐഡിയൽ ആണെങ്കിൽ ഏതർ A, B ബിലോങ്സ് ടു സെറ്റ് ക്രോസ് 0 ആയിരിക്കണം, അല്ലെങ്കിൽ C, D ബിലോങ്സ് ടു സെറ്റ് ക്രോസ് 0 ആയിരിക്കണം. ഓക്കെ, ഇനി സെറ്റ് ക്രോസ് 0യിലുള്ള എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? സെറ്റ് ക്രോസ് 0യിലുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ ആയിരിക്കും. കൂടാതെ അതിൻ്റെ സെക്കൻഡ് കോമ്പണൻറ്റ്, ആ ഓർഡേർഡ് പെയറിൻ്റെ സെക്കൻഡ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് 0 ആയിരിക്കും അല്ലേ. സോ ഇഫ് എ ബി ബിലോങ്സ് ടു സെറ്റ് ക്രോസ് 0 ആണെങ്കിൽ ബി ഈക്വൽ ടു 0 കിട്ടണം. ആൻഡ് സി ഡി സെറ്റ് ക്രോസ് 0യിൽ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഡി ഈക്വൽ ടു 0 കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് എലമെൻറ്റ്സ് ചൂസ് ചെയ്തു സെറ്റ് ക്രോസ് സെറ്റിൽ നിന്നും എ, ബി, സി, ഡി and such that the ordered pair A, B into ordered pair C, D belongs to Z cross 0. Okay, so that implies the ordered pair A, B into ordered pair C, D belongs to Z cross 0. Okay, now I multiply these two ordered pair, then I get this is equal to AC, ordered pair AC, BD belongs to Z cross 0. ഓക്കെ,
അതായത് നമ്മുടെ അസംഷൻ പ്രകാരം നമുക്ക് കിട്ടി ദ ഓർഡർഡ് പെയർ എ സി കോമ ബി ഡി ബിലോങ്സ് ടു സെറ്റ് ക്രോസ് സീറോ. ഇനി സെറ്റ് ക്രോസ് സീറോയിലെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും സെക്കൻഡ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എ സി കോമ ബി ഡി ബിലോങ്സ് ടു സെറ്റ് ക്രോസ് സീറോ എന്നാണ്. ദാറ്റ് മീൻസ് ആ ഓർഡർഡ് പെയറിൻ്റെ സെക്കൻഡ് കോമ്പണൻറ്റ് ബി ഡി ഈക്വൽ ടു 0 ആണ്. സോ ബി ഡി ഈക്വൽ ടു 0 and BD equal to 0 implies either B equal to 0 or D equal to 0. Okay, and if B equal to 0, we can say that the ordered pair A comma 0 A comma B belongs to set cross 0. അല്ലേ, if B equal to 0 ആണെങ്കിൽ നമുക്ക് A comma B എന്ന് പറയുന്നത് സെറ്റ് ക്രോസ് സീറോയിൽ ഉണ്ടെന്ന് പറയാൻ പറ്റും. കാരണം സെറ്റ് ക്രോസ് സീറോയിലെ എല്ലാ എലമെൻറ്റ്സിൻ്റെയും സെക്കൻഡ് കോമ്പണൻറ്റ് സീറോയും ഫസ്റ്റ് കോമ്പണൻറ്റ്സ് ഏത് ഇൻറ്റിജറും വേണമെങ്കിലും ആവാം. അതുകൊണ്ട് തന്നെ ഇഫ് ബി ഈക്വൽ ടു 0 ദെൻ എ കോമ ബി ബിലോങ്സ് ടു സെറ്റ് ക്രോസ് 0 ആൻഡ് ഇഫ് ഡി ഈക്വൽ ടു 0 ദെൻ ക്ലിയർലി ദ ഓർഡർഡ് പെയർ സി കോമ ഡി ബിലോങ്സ് ടു സെറ്റ് ക്രോസ് 0. ഓക്കെ, ദാറ്റ് ഈസ് whenever a comma b and order pair C comma D belongs to set cross set such that their product order pair A comma B into order pair C comma D belongs to set cross 0, we get either A comma B belongs to set cross 0 or C comma D belongs to set cross 0. That implies set cross 0 is a prime ideal of set cross set. Okay, now we have a note that is set cross set by set cross 0 is isomorphic to set. Okay, and Z എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രൽ ഡൊമൈൻ ആണെന്ന് നമുക്കറിയാം. Therefore set cross set by set cross 0 is also an integral domain. Okay, now we have another very important theorem, theorem 27.50, which states that let R be a commutative ring with a unity and let n not equal to R be an ideal in R, then the quotient ring R by n is an integral domain if and only if n is a prime ideal in R. Okay, ഈ സെയിം തിയറം ഫോർ മാക്സിമൽ ഐഡിയൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിനകത്ത് പ്രൂവ് ചെയ്തതാണ് അല്ലേ. ആ തിയറം പറഞ്ഞത് ലെറ്റ് ആർ ബി എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് എം ബി എൻ ഐഡിയൽ ഓഫ് ആർ, ദെൻ the quotient ring R by M is a field if and only if M is a maximal ideal. ഇവിടെ ഈ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് ലെറ്റ് ആർ ബി എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് ലെറ്റ് എൻ നോട്ട് ഈക്വൽ ടു ആർ ബി എൻ ഐഡിയൽ ഇൻ ആർ, ദെൻ ദ quotient ring R by N is a integral domain if and only if N is a prime ideal in R. ഓക്കെ, നമുക്ക് പ്രൂഫ് നോക്കാം. ഫസ്റ്റ്, സപ്പോസ് the quotient ring R by N is an integral domain. Quotient ring R by N എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രൽ ഡൊമൈൻ ആണെന്ന് സപ്പോസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദെൻ അവർ ക്ലെയിം ഈസ് ടു പ്രൂവ് N ഈസ് എ പ്രൈം ഐഡിയൽ ഇൻ R. അങ്ങനെയാണെങ്കിൽ N എന്ന് പറയുന്നത് പ്രൈം ഐഡിയൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ N എന്ന് പറയുന്നത് ആറിലെ ഒരു പ്രൈം ഐഡിയൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത്? ബൈ ദ ഡെഫിനിഷൻ ഓഫ് എ പ്രൈം ഐഡിയൽ we have to choose two elements, some A comma B belongs to R such that their product AB belongs to N. Then we must show that either A belongs to N or B belongs to N. Okay, so suppose AB belongs to N for some A comma B belongs to R, then we need to show that either A belongs to N or B belongs to N. Okay, so since AB belongs to N, by our assumption AB belongs to N, AB belongs to N implies AB plus N equal to N. Okay, since we have a result, if R is a ring and I is an ideal of R and A is an element of the ring R, then we have A plus I equal to I if and only if A belongs to I. Okay, here AB belongs to N, then by using this result, this implies AB plus N equal to N, and this can be written as AB plus N equal to N plus 0. Okay, and we know that 0 is the 0 element in R. 0 എന്ന് പറഞ്ഞാൽ ആറിലെ 0 എലമെൻ്റ് ആണ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ then 0 plus n is the zero element in the quotient ring R by n. ഈ 0 പ്ലസ് n എന്ന് പറയുന്നത് quotient ring R by n-ലെ 0 എലമെൻ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് രണ്ട് എലമെൻറ്റ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു 0 എലമെൻറ്റ് കിട്ടി. ഓക്കെ, സിൻസ് 0 പ്ലസ് n is 0 element in the quotient ring R by n and R by n is an integral domain we have. കൂടാതെ നമ്മുടെ അസംഷൻ പ്രകാരം R by n എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ് അല്ലേ. സോ നൗ വി ഹാവ് ടു റീകോൾ ദ ഡെഫിനിഷൻ ഓഫ് എ ഇൻ്റഗ്രൽ ഡൊമൈൻ. ഇൻ്റഗ്രൽ ഡൊമൈൻ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി വിത്തൗട്ട് സീറോ ഡിവൈസസ്. ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്, വിത്ത് യൂണിറ്റി ആണ്, ആൻഡ് വിത്തൗട്ട് സീറോ ഡിവൈസസ്. ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ എ സീറോ ഡിവൈസർ? A non-zero element A is said to be a zero divisor if there exists another non-zero element B such that AB equal to 0. അതായത് ഒരു എലമെൻറ്റ് എയിന് ഒരു നോൺ സീറോ എലമെൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ മറ്റൊരു നോൺ സീറോ എലമെൻറ്റ് ബി എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് ആ എ ഇൻറ്റു ബിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കണം. അപ്പോൾ രണ്ട് എലമെൻറ്റ്സ് ഉണ്ട്, ആ രണ്ട് നോൺ സീറോ എലമെൻറ്റ്സ് ഉണ്ട്. ആ രണ്ട് നോൺ സീറോ എലമെൻറ്റ്സിൻ്റെ പ്രൊഡക്റ്റ് സീറോ ആണെങ്കിൽ, രണ്ട് നോൺ സീറോ എലമെൻറ്റിൻ്റെ പ്രൊഡക്റ്റ് ഒരു സീറോ എലമെൻ്റ് ആണെങ്കിൽ ആ നോൺ സീറോ എലമെൻറ്റ്സിനെ നമ്മൾ സീറോ ഡിവൈസേഴ്സ് എന്ന് പറയും. പക്ഷേ ഇൻ്റഗ്രൽ ഡൊമൈൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി വിത്തൗട്ട് സീറോ ഡിവൈസ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഡൊമൈനിനകത്ത് അങ്ങനെയുള്ള ഒരു സീറോ ഡിവൈസേഴ്സും എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സീറോ ഡിവൈസേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഇൻ്റഗ്രൽ ഡൊമൈൻ അല്ല. ഓക്കെ, സോ ബൈ അവർ അസംഷൻ the quotient ring R by n is an integral domain. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടി ഏതോ രണ്ട് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് സീറോ എലമെൻറ്റ് കിട്ടി. ആൻഡ് സിൻസ് R by n is an integral domain we must have either a plus n equal to n plus 0 or b plus n equal to n plus 0. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താവണം, നിർബന്ധമായും ഒന്നെങ്കിൽ അതിലേതെങ്കിലും ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് സീറോ എലമെൻ്റ് ആയിരിക്കണം അല്ലേ. അല്ലാതെ ഇപ്പോൾ രണ്ട് എലമെൻറ്റ് എന്ന് പറയുന്നത് സീറോ എലമെൻ്റ് അല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എ പ്ലസ് എന്നും ബി പ്ലസ് എന്നും ആ സീറോ എലമെൻ്റ് അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എന്നും ബി പ്ലസ് എന്നും എന്ന് പറയുന്നത് രണ്ട് നോൺ സീറോ എലമെൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് നോൺ സീറോ എലമെൻറ്റിൻ്റെ പ്രൊഡക്റ്റ് നമുക്കൊരു സീറോ എലമെൻറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ എ പ്ലസ് എന്നും ബി പ്ലസ് എന്നും എന്ന് പറയുന്നത് സീറോ ഡിവൈസസ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ R by n എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ ഡൊമൈനാണ്. ആ ഇൻ്റഗ്രൽ ഡൊമൈനകത്ത് ഒരിക്കലും സീറോ ഡിവൈസസ് എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എ പ്ലസ് എന്നും ബി പ്ലസ് എന്നും എന്ന് പറയുന്നത് അപ്പോൾ R by n-നകത്ത് ഉണ്ടാകില്ല. അതൊരു കോൺട്രഡിക്ഷനാണ്. അതുകൊണ്ട് തന്നെ R by n എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആയതുകൊണ്ട് തന്നെ ആൻഡ് n plus 0 എന്ന് പറയുന്നത് ഒരു സീറോ എലമെൻ്റ് ആയതുകൊണ്ടും എ പ്ലസ് എൻ ഓർ ബി പ്ലസ് എൻ ഇതിലേതെങ്കിലും ഒന്നെന്ന് പറയുന്നത് നിർബന്ധമായും സീറോ എലമെൻറ്റ് ആയേ മതിയുള്ളൂ. ഓക്കെ, സോ either a plus n equal to n plus 0 or b plus n equal to n plus 0. And if a plus n equal to n plus 0, that implies a belongs to n, or b plus n equal to n plus 0 implies b belongs to n. Okay, by the properties that you have studied in the previous class. Okay, that is, whenever AB belongs to n for some a comma b belongs to R, we have either a belongs to n or b belongs to n. That is the definition of a prime ideal. So that implies n is a prime ideal of R. Okay, now we need to prove the converse part. Suppose n is a prime ideal of R, then our claim is to prove the quotient ring R by n is an integral domain. Okay, so R by n എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി we need to prove that R by n is a commutative ring with unity without zero divisors. Okay, അപ്പോൾ also given that R is a commutative ring with unity and n is an ideal of R, then we know that if R is a commutative ring with unity and n is an ideal, then the quotient ring R by n is also a commutative ring with unity. ഓക്കെ, ഇനി R by n എന്ന് പറയുന്നത് ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്
ആ ആർ ബൈ എന്നിനകത്ത് ഒരു സീറോ ഡിവൈസും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, സോ we suppose that there exist two elements, some n plus a and n plus b belongs to r by n such that their product n plus a into n plus b equal to the zero element n plus 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എൻ പ്ലസ് എയും എൻ പ്ലസ് ബി എന്ന് പറയുന്നത് സീറോ ഡിവൈസസ് അല്ല എന്നാണ് കാണിക്കേണ്ടത്. സീറോ ഡിവൈസസ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ദിസ് ഇംപ്ലൈസ് എയ്തർ എൻ പ്ലസ് എ ഈക്വൽ ടു n plus 0 or n plus b equal to n plus 0 എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ n plus a into n plus b equal to n plus 0 implies by the definition of coset multiplication n plus a into n plus b equal to n plus ab. So that implies n plus ab equal to n plus 0 and n plus ab equal to n implies എ ബി ബിലോങ്സ് ടു എൻ. ഈ റിസൾട്ട് നമുക്കുള്ളതാണ്. കാരണം ആർ എന്ന് പറയുന്ന റിംഗ് ആണ്, ഐ പറയുന്നത് ഒരു ഐഡിയലാണ്, ആൻഡ് എ പറഞ്ഞ എലമെൻറ്റ് ആറിലൊരു എലമെൻറ്റാണ്. അങ്ങനെയാണെങ്കിൽ എ ബിലോങ്സ് ടു ഐ ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈ ഐ പ്ലസ് എ ഈക്വൽ ടു ഐ ആയിരിക്കും. ഓക്കെ, സോ ബൈ യൂസിങ് ദ റിസൾട്ട് വി ഹാവ് എൻ പ്ലസ് എ ബി ഈക്വൽ ടു എൻ ഇംപ്ലൈസ് എ ബി ബിലോങ്സ് ടു എൻ ആൻഡ് വി നോ ദാറ്റ് എൻ ഈസ് എ പ്രൈം ഐഡിയൽ. അപ്പം നമുക്കറിയാം എൻ എന്ന് പറയുന്നത് ഒരു പ്രൈം ഐഡിയലാണ്. സോ വെൻ എവർ എ ബി ബിലോങ്സ് ടു എൻ ദാറ്റ് ഇംപ്ലൈ എയ്തർ എ ബിലോങ്സ് ടു എൻ ഓർ ബി ബിലോങ്സ് ടു എൻ. ആൻഡ് ഇഫ് എ ബിലോങ്സ് ടു എൻ ഇംപ്ലൈസ്, സപ്പോസ് എ ബിലോങ്സ് ടു എൻ, then it implies that by the definition of cosets that implies a plus n equal to n plus 0, or b belongs to n implies b plus n equal to n plus 0. Okay, that is n plus a into n plus b equal to n plus 0 implies either n plus a or n plus b must be 0 element. That implies n plus a and n plus b are not 0 divisors. So the quotient ring R by n is an integral domain. Okay. Now we have a corollary which states that corollary 27.16 which states that every maximal ideal in a commutative ring R with unity is a prime ideal. അതായത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ഉണ്ട്, ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയിലെ ഏതൊരു മാക്സിമൽ ഐഡിയൽ എടുത്താലും അത് ഒരു പ്രൈം ഐഡിയൽ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്, ഇതൊക്കെ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ് അല്ലേ. അപ്പോൾ ഇതിലൊക്കെയുള്ള ഏതൊരു മാക്സിമൽ ഐഡിയൽ എടുത്താലും ആ മാക്സിമൽ ഐഡിയൽസ് ഒക്കെ എന്ന് പറയുന്നത് പ്രൈം ഐഡിയൽസും ആയിരിക്കും എന്നാണ് ഈ തിയറം പറയുന്നത്. ഇനി നമുക്ക് പ്രൂഫ് നോക്കാം. ലെറ്റ് ആർ ബി എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് ലെറ്റ് ക്യാപിറ്റൽ എം ബി എ മാക്സിമൽ ഐഡിയൽ ഓഫ് ആർ. ആർ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്. ഈ ആറിൻ്റെ ഒരു മാക്സിമൽ ഐഡിയലായിട്ട് നമ്മൾ എമ്മിനെ ചൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ദെൻ വി ഹാവ് എ തിയറം, ഇഫ് ആർ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി and M is an ideal of R, then M is a maximal ideal if and only if the quotient ring R by M is a field. M ഒരു മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ R by M എന്ന് പറയുന്നത് ഫീൽഡ് ആയിരിക്കും, അല്ല R by M എന്ന് പറയുന്നത് ഫീൽഡ് ആണെങ്കിൽ M എന്ന് പറയുന്നത് മാക്സിമൽ ഐഡിയൽ ആയിരിക്കും. സോ ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത M എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയുടെ മാക്സിമൽ ഐഡിയൽ ആയിട്ടാണ്. സോ ബൈ ദിസ് തിയറം വി ഹാവ് the quotient ring R by M is a field. Okay, and we know that every field is integral domain. ഏതൊരു ഫീൽഡ് എടുക്കുകയാണെങ്കിലും അതൊക്കെ ഇൻറ്റഗ്രൽ ഡൊമൈൻ ആണെന്നുള്ള റിസൾട്ട് നമുക്കറിയാം. സോ ആർ ബൈ എം ഈസ് എ ഫീൽഡ് ഇംപ്ലൈസ് ആർ ബൈ എം ഈസ് എൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. ഓക്കെ, ഇനി നമ്മളിത് ഇപ്പോൾ തൊട്ട് മുന്നേ പഠിച്ച തിയറം എന്താണ് പറയുന്നത്, ലെറ്റ് ആർ ബി കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് ലെറ്റ് എൻ നോട്ട് ഈക്വൽ ടു ആർ ബി എൻ ഐഡിയൽ ഇൻ ആർ, then R by n is an integral domain if and only if n is a prime ideal in R. Okay, R by n എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രൽ ഡൊമൈൻ ആണെങ്കിൽ n പ്രൈം ഐഡിയൽ ആയിരിക്കും. n പ്രൈം ഐഡിയൽ ആണെങ്കിൽ R by n എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഡൊമൈൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് R by m എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഡൊമൈൻ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ ബൈ ദിസ് തിയറം
we can conclude that this M is a prime ideal. That is, every maximal ideal in a commutative ring with unity is a prime ideal. ഓക്കെ, ഇനി നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് നമ്മൾ പഠിച്ച കുറച്ച് റിസൾട്ട്സാണ് ഈ താഴെ എഴുതിയിരിക്കുന്നത്. എന്താ നോക്കാം. ഫോർ എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആർ വിത്ത് യൂണിറ്റി, ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ഉണ്ട് വിത്ത് യൂണിറ്റി. ഏതൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എടുത്താലും അതിനകത്ത് സാറ്റിസ്ഫൈ ആയ 3 റിസൾട്ട്സാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ആൻ ഐഡിയൽ എം ഓഫ് ആർ ഈസ് മാക്സിമൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ക്വോഷ്യന്റ് റിംഗ് ആർ ബൈ എം ഈസ് എ ഫീൽഡ്. ഓക്കെ, ആർ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ എം ഒരു മാക്സിമൽ ഐഡിയൽ ആണെങ്കിൽ ആർ ബൈ എം എന്ന് പറയുന്നത് ഫീൽഡാണ്. തിരിച്ച് ആർ ബൈ എം എന്ന് പറയുന്നത് ഫീൽഡാണെങ്കിൽ എം എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയലായിരിക്കും. അതായത് സെക്കൻഡ് വൺ, ആൻ ഐഡിയൽ എൻ ഓഫ് ആർ ഈസ് പ്രൈം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ക്വോഷ്യന്റ് റിംഗ് ആർ ബൈ എൻ ഈസ് എൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. ആർ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണെങ്കിൽ കൂടാതെ എൻ എന്ന് പറയുന്നത് ഒരു പ്രൈം ഐഡിയൽ ആണെങ്കിൽ ആർ ബൈ എൻ എന്ന് പറയുന്ന ഒരു ഇൻറ്റഗ്രൽ ഡൊമൈനാണ്. ആൻഡ് ആർ ബൈ എൻ എന്ന് പറയുന്ന ഒരു ഇൻറ്റഗ്രൽ ഡൊമൈൻ ആണെങ്കിൽ എൻ എന്ന് പറയുന്നത് ഒരു പ്രൈം ഐഡിയൽ ആയിരിക്കും. ആൻഡ് തേർഡ് റിസൾട്ട്, എവരി മാക്സിമൽ ഐഡിയൽ ഓഫ് ആർ ഈസ് എ പ്രൈം ഐഡിയൽ. ഏതൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയുടെയും ഏതൊരു മാക്സിമൽ ഐഡിയലും പ്രൈം ഐഡിയലായിരിക്കും. ഓക്കെ, ഈ 3 റിസൾട്ട്സാണ് ഈ സെക്ഷനിൽ നിന്നും നമ്മൾ ഇമ്പോർട്ടൻ്റായി പഠിച്ച 3 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ.